ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ജേതാക്കളുടെ അനുമോദനവും ഈ വർഷം നേടിയെടുത്ത AICTE അംഗീകാര പ്രഖ്യാപനവും പാർട്ട് ടൈം ജോബ് പ്രോജക്ട് ഉദ്ഘാടനവും 100% വിജയം നേടിയ BSc സൈബർ ഫോറൻസിക് ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സെയിന്റ് ആന്റണീസ് കോളേജിലേക്ക് ഊഷ്മളമായ സ്വാഗതം. Grand celebration, we come together to honor the outstanding achievements of our students who have excelled academically, to unveil new initiatives that will pave the way for future successes, and to acknowledge the strides we have made as an institution, fostering innovation and building a community that thrives on excellence. Today, let us embark on this journey of celebration and inspiration. Once again, welcome to Antonian's Excellence Shunt 2K24, a celebration of unparalleled achievement. പ്രാരംഭം ഈശ്വരനോടൊപ്പമായാൽ എന്തും അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് കൈകൾ കൂപ്പാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണീരാണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപവും ദൂരെ മറയണമേ, ലോകമും നിന്ന് പാടവിന്നുമെൻ മനസ്സിലെഴുതേണമേ. ഈ ഒരു യോഗം നിർഭരമാക്കുന്നതിനായി കോളേജ് വിസിറ്റിംഗ് ഫാക്കൽറ്റി റവറൻഡ് ഫാദർ ജോസഫ് വാഴപ്പനാടിയെ സ്വാഗതം. നമ്മുടെ കോളേജ് ഏറെ ഉന്നതവും ശ്രേഷ്ഠവുമായ വിജയം നേടി. നമ്മുടെ യുവാക്കൾ ഏറെ താല്പര്യത്തോടെ പഠിച്ച് അവർ ഉന്നത വിജയം കരസ്ഥമാക്കി. കോളേജിന് പൊതുവായിട്ടുള്ള ഏറെ നന്മകൾ നല്ല ദൈവം അനുഗ്രഹിച്ചു. അവർ പഠനത്തിലൂടെ നന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അവരെ നയിക്കുവാനിലൂടെയുള്ള അധ്യാപകർ, ഇതെല്ലാം കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ നന്മകളായിരുന്നു. ഈ ഒരു വർഷത്തെ നമുക്ക് നല്ല ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ വിദ്യയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നത് മനുഷ്യനാകുക എന്ന വലിയ ഒരു ഗുണത്തിലേക്കാണ്. ആ വലിയ നന്മ ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ സംസ്കാരമുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉത്ഭുതമാകുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നയിക്കുന്ന സർശക്തനായ ദൈവമേ, എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. And the wisdom to know the difference. Amen. വിദ്യാർത്ഥികളെ തുടർച്ചയായി റാങ്ക് നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തിത്വം MG യൂണിവേഴ്സിറ്റിയുടെയും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെയും റിസർച്ച് ഗൈഡ്, 14 പുസ്തകങ്ങളുടെ രചയിതാവ്, മോട്ടിവേഷണൽ സ്പീക്കർ, നിരവധി അക്കാഡമിക് എക്സലൻസ് അവാർഡ് വിന്നർ, സെയിന്റ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പൽ, കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ആന്റണി ജോസഫ് എന്ന ലാലിച്ചൻ കല്ലമ്പള്ളി സാറിനെ സ്വാഗത പ്രസംഗത്തിനായി സ്നേഹാദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മഹാസമ്മാനം ഉദ്ഘാടനം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിവന്ദ പിതാവും
പ്രമുഖ ബൈബിൾ പണ്ഡിതനും പ്രഭാഷകനും പ്രബോധകനുമായ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കോളേജിൻ്റെ ആദരണീയ ചെയർമാനും സ്പാഗോ ഇന്റർനാഷണലിന്റെ ഫൗണ്ടറുമായ ശ്രീ ബെന്നി തോമസ്, കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ മോട്ടിവേഷൻ സ്പീക്കറുമായ ശ്രീ ജോർജ് കുട്ടി അഗസ്തി സാർ, പെരുവന്താനം സെയിന്റ് ജോസഫ് ഫ്രോൺ ചർച്ചിന്റെ ബഹുമാനമുള്ള വികാർ വെരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ താഴ്ത്തുവീട്ടിൽ, കോളേജ് സെക്രട്ടറി ശ്രീ ടി ചോമൻ ജേക്കബ്, പ്രോഗ്രാം കൺവീനറും വൈസ് പ്രിൻസിപ്പലുമായ മിസ് സുവർണ, പി ടി എ പ്രസിഡന്റ് ശ്രീ ജോർജ് കൂലമറ്റം, എക്സ് അന്റോണിയൻസ് ചെയർപേഴ്സൺ മിസ് ഗ്രീന കുര്യൻ, നമ്മുടെ കോളേജിന്റെ പൊൻ താരകങ്ങളും റാങ്ക് ജേതാക്കളുമായിരിക്കുന്ന അക്സാമര ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന അജയ്, ഷഫീന ഷഫീഖ്, ഗൗരി കൃഷ്ണ, ഈ വർഷം പ്ലേസ്മെന്റ് നേടിയ പ്രതിനിധികളായ ആകാശ് പി എസ്, ഷാലിദ് സാറ എബ്രഹാം, വൈസ് പ്രിൻസിപ്പൽമാർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്മാർ, ഓഫീസ് സൂപ്രണ്ട് ജസ്റ്റിൻ, സ്റ്റാഫ് സെക്രട്ടറിമാർ, മറ്റ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ രക്ഷകർത്താക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്നേഹാഭിവാദനം. ആ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഊഷ്മളമായ സ്വാഗതം നേരുന്നു. 2023-24 അക്കാഡമിക് ഇയർ കോളേജിനെ സംബന്ധിച്ച് തങ്ക ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു വർഷം. UGC 2F എൻലിസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് UGCയുടെ തന്നെ നാക് അക്രഡിറ്റേഷൻ, പിന്നാലെ AICTയുടെ അംഗീകാരം കൂടി നേടിയെടുത്തപ്പോൾ നമ്മുടെ മിടുക്കരായ കുട്ടികൾ 5 റാങ്കുകളും നിരവധി എയും A+ ഗ്രേഡും, ഒരു കുട്ടി ഔട്ട്സ്റ്റാൻഡിംഗ് നേടി ഈ കോളേജിന്റെ ഖ്യാതി വാനോളം ഉയർത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. BSc സൈബർ ഫോറൻസിക്കിന്റെ പ്രഥമ ബാച്ച് 100% പാസ്സായി അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. 212 കോളേജുകളാണ് MG യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ്. 385 ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ കോളേജുകളിലെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കോളേജിന് മാത്രമാണ് 100% വിജയം കൈവരിക്കാൻ സാധിച്ചതെന്ന് ഏറെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധ്യമാകും. ഇന്നത്തെ പൊൻതാരകങ്ങളായ പ്രിയപ്പെട്ട റാങ്ക് ജേതാക്കള് അക്സാമര ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന അജയ്, ഷഫീന ഷഫീഖ്, ഗൗരി കൃഷ്ണ, അവരുടെ പേരൻസിനെയും അധ്യാപകരെയും ഞാൻ പ്രത്യേകം ഈ സമയത്ത് പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ നമ്മുടെ അഭിമന്യ പിതാവ് ഏറ്റവും ആദ്യമായിട്ടാണ് ഈ കോളേജിൽ എത്തിയപ്പോൾ തന്നെ പിതാവ് ഒരു തിരി തെളിച്ചിട്ടാണ് ഈ കോളേജിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അജ്ഞതയിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഒരു മനുഷ്യ സമൂഹത്തെ നയിക്കണമെന്ന് ചിന്തിച്ച് മുന്നേറിയ വ്യക്തിത്വമായിരുന്നു റവറൻ ഡോക്ടർ ആന്റണി നിരപ്പേ. ഞാൻ പിതാവിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കോഴ്സുകൾ BSc സൈക്കോളജി, BCA ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, MSW എന്നുള്ള കൂടിയതാണ്. റാങ്ക് നേട്ടം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നമ്മൾ സ്വർണ്ണ മോതിരം കൊടുക്കാൻ മാനേജ്മെന്റ് ചെയർമാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും നമ്മൾ ഈ കുട്ടികൾക്ക് എല്ലാവരും സ്വർണ്ണ മോതിരം കൊടുത്ത് അവർക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് മോട്ടിവേഷൻ പകരാൻ വേണ്ടി അവരെ ആദരിക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോലികളുടെ ഉദ്ഘാടനവും ഈ അവസരത്തിൽ പിതാവ് ചെയ്യുന്നതാണ്. പാർട്ട് ടൈം അവധിക്കാല സമയങ്ങളിൽ 101 കമ്പനികളുമായി കോളേജ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. വിദേശത്തും സ്വദേശത്തുമുള്ള ഈ പഠനത്തോടൊപ്പം തൊഴിൽ നേടുക, വരുമാനം നേടുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ഈ പാർട്ട് ടൈം ജോബ് പ്രോജക്റ്റുകൾ നമ്മൾ ഈ വർഷം നടപ്പാക്കിയിരിക്കുന്നത്. പ്ലേസ്മെന്റ് സെൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി 52 കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. അവരുടെ 2 പ്രതികളും ഈ സമയത്ത് എത്തിയിട്ടുണ്ട്. റാങ്ക് നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും നമ്മൾ ആദരിക്കുന്നതോടൊപ്പം നമ്മുടെ റാങ്ക് വിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റിനും പാരിതോഷികങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താത്തിനെയും പൊതുസമൂഹത്തിന്റെയും ഈ അടുപ്പമുള്ള ബന്ധമാണ് ദൈവത്തിന്റെ ഇഷ്ടവും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ റാങ്കുകളായിട്ടും നിരവധി എയും A+ഉം ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ടുമായി വളർന്നു വന്നത് എന്നൊരു സംശയമില്ല. തോമസിനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേൾഡ് ക്ലാസ് ലീഡർഷിപ്പ് വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ കേരള ഡിവിഷൻ നോക്കുന്ന അദ്ദേഹമാണ്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഹോട്ടൽ മാൻ വിദ്യാർത്ഥിക്ക് വിദേശ ഇന്റേൺഷിപ്പുകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ കമ്പനികളിലാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കർമ്മോജ്വലമായ നേതൃത്വമാണ് ഈ സ്ഥാപനത്തെ നല്ല ദിശാബോധത്തിൽ മുന്നോട്ട് നയിക്കുന്നതെങ്കിലും 78 സ്റ്റാഫ് അംഗങ്ങളും സാധാരണക്കാരായ മാതാപിതാക്കൾ ഒത്തുചേരുമ്പോൾ അസാധാരണ കാര്യങ്ങൾ ഈ കോളേജിൽ സംഭവിക്കുകയായിരുന്നു. 1500 കുട്ടികളും ഇഗ്നോയുടെ സ്റ്റഡി സെന്ററിൽ 981 കുട്ടികളും ഈ കോളേജ് പഠിക്കുമ്പോൾ CA, CMA, ACCA, BCA, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ആധുനിക തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മുടെ ഈ കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. BCA-യിലെ 5 മിടുക്കന്മാര് AI പഠിച്ചതിനെ തുടർന്ന് അവർ 2 റോബോട്ടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോളിന്റെ പുറത്ത് അവർ വെച്ചിട്ടുണ്ട്. ഒന്ന് കാഞ്ഞിരപ്പള്ളി പുൽപ്പേട്ട് ടെക്സ്റ്റൈൽസിന് അവർക്ക് വിൽക്കാനുള്ളതാണ്. അവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു. നോക്കോൺ ഡോർ എന്ന് വിളിക്കുന്നത് ഈ കോളേജിന്റെ മുഖമുദ്രയാണ്. എല്ലാ വർഷവും ഈ കോളേജിലെ 10 ടീമുകളായി 10 അധ്യാപകർ വീതം തിരിഞ്ഞ് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ചെന്ന് വീട്ടിലൊരു PTA സ്നേഹാദരവോടെ സംഘടിപ്പിക്കുന്നു എന്നത് ഈ കോളേജിന്റെ വ്യത്യസ്തതയാണ്. സനാതന മൂല്യങ്ങളിലും സത്യങ്ങളിലും ഊന്നി ക്രൈസ്തവ ദർശനങ്ങൾക്ക് ഒട്ടും കോട്ടം തട്ടാതെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് മുന്നേറുന്ന ഒരു കോളേജാണ് നമ്മുടെ കോളേജ് എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്നതും AICTE അംഗീകാര പ്രഖ്യാപനം നടത്തുന്നതും പുതിയ കോഴ്സുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതും നമ്മുടെ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പാർട്ട് ടൈം ജോബ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിവന്ദ്യ പിതാവ് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ മാലാഖമാരുടെ ബോധജ്ഞാനവും പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസവും പ്രവാചകന്മാരുടെ പ്രവചനപരവും അപ്പസ്തോലന്മാരുടെ വിശ്വാസ തീക്ഷ്ണതയും രക്തസാക്ഷികളുടെ ധർമ്മധീരതയും ഒത്തിണങ്ങിയ ബൈബിൾ പണ്ഡിതനാണ് അദ്ദേഹം. പ്ലേറ്റോയുടെ വാക്കുകളിൽ ഗ്രീക്ക് ജനതയ്ക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ മഹാനായ തത്വജ്ഞാനി രാജാവാകുകയോ അല്ലെങ്കിൽ എല്ലാ രാജാക്കന്മാരും തത്വജ്ഞാനികളാകുകയോ വേണം. അക്ഷരാർത്ഥത്തിൽ ഇതാ മഹാനായ തത്വജ്ഞാനി ആശയങ്ങളെ വാക്കുകളാക്കി, വാക്കുകളെ ദൈവസ്നേഹ പ്രവർത്തികളാക്കി, പ്രവർത്തികളെ ആത്മീയതയിലേക്ക് ഉയർത്തിയ ഇടയ ശ്രേഷ്ഠനായ അഭിവന്ദ്യ പിതാവ് മാർ ജോസ് പുളിക്കന് ഏറ്റവും വലിയ സ്നേഹ ബഹുമാൻ ആദരവുകളോടെ സ്നേഹോജ്ജലമായ സ്വാഗതം നേരുന്നു. ഇന്നത്തെ നമ്മുടെ മഹാസമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് കോളേജിന്റെ ചെയർമാനും സ്പാഗോ ഇന്റർനാഷണൽ ഫൗണ്ടറുമായിരിക്കുന്ന ശ്രീ ബെന്നി തോമസ് എന്ന റൊണാൾഡോ. ഉപനിഷത്തിലെ പ്രാർത്ഥന പോലെ സാമ്രാജ്യമോ മോക്ഷമോ മുക്തിയോ ഞാൻ കാക്ഷിക്കുന്നില്ല, പകരം യാതന അനുഭവിക്കുന്നവരുടെ വിമോചനം മാത്രമാണ്. പ്രതിവർഷം 1/4 കോടി രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെ യാതൊരു പ്രതിഫലവുമില്ലാതെ 10 കോടിയിലേറെ രൂപ ഈ കോളേജിന് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ള നമ്മുടെ ആദരണീയനായ ചെയർമാൻ ലോകത്തിലെ ടോപ്പ് 10 ഇവന്റുകളിലെ ഫിഫ വേൾഡ് കപ്പ്, ഫോർമുല 1 ഉൾപ്പെടെ വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിന്റെയും കേറ്ററിംഗ് ഡിവിഷൻ നോക്കുന്ന കമ്പനി ഉടമ ദ വേൾഡ് ക്ലാസ് ലീഡർ ശ്രീ ബെന്നി തോമസിന് സ്നേഹോജ്ജലമായ സ്വാഗതം. ഈ അക്കാഡമിക് ഉത്സവത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ജോർജ് കുട്ടി അഗസ്തി സാർ. കബീർ ദാസിന്റെ വാക്കുകളിൽ സ്നേഹം എന്ന 2 അക്ഷരത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു.
എല്ലാ സേവനത്തിലും സ്നേഹത്തിന്റെ തങ്ക മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന മോട്ടിവേഷണൽ സ്പീക്കറും വാഗ്മിയും സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യവും കേരള സർക്കാർ കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാനുമായ ശ്രീ ജോർജ് കുട്ടി അഗസ്ത്യ സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം നേരുന്നു. നമ്മുടെ മഹാസമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ കോളേജിന്റെ ആധ്യാത്മിക ഉപദേഷ്ടാവും പെരുവന്താനം സെന്റ് ജോസഫ് ഫോറം ചർച്ചിന്റെ വികാരിയുമായ വെരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ താഴറ്റുപേരിന് ഊഷ്മളമായ സ്വാഗതം നേരുന്നു. ഇന്നത്തെ നമ്മുടെ മിന്നും താരങ്ങളായ നമ്മുടെ റാങ്ക് ജേതാക്കളായ അക്സ മരിയ ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന ജായ്, ഷഫീന ഷഫീഖ്, ഗൗരി കൃഷ്ണ, ഒപ്പം പ്ലേസ്മെന്റ് നേടിയവരുടെ പ്രതിനിധിയായ ആകാശ് PS, BFTയിൽ 6ാം സെമസ്റ്റർ പരീക്ഷയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സ്കോറായ നേട്ടം കൈവരിച്ച ടോപ്പറായ ആൻ മരിയ ചാക്കോയെയും, ഒപ്പം BSc സൈബർ ഫോറൻസിക്കിൽ 100% വിജയം കൈവരിച്ച ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഏറെ ആദരവോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കോളേജിന്റെ PTA പ്രസിഡന്റ്, എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനമായി മുന്നേറി വരുന്ന കോപ്പിളി സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ ജോർജ് കൂരുമറ്റത്തിന് സ്നേഹോജ്ജലമായ സ്വാഗതം. നമ്മുടെ കോളേജിന്റെ ആലുമിനി പ്രസിഡന്റും TCS ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയറുമായിരിക്കുന്ന കുമാരി ഗിരീന കുര്യന് പ്രത്യേകം സ്വാഗതം. കോളേജിന്റെ സെക്രട്ടറിയും മുൻനിര സംഘാടകനുമായ ശ്രീ ടിജോമൻ ജേക്കബിനും ആധ്യാത്മികയിലൂന്നിയ അനുഭവ ജ്ഞാനം കൊണ്ട് വ്യത്യസ്തരായിരിക്കുന്ന വിസിറ്റിംഗ് ഫാക്കൽറ്റി അംഗങ്ങളായ റെവറൻഡ് ഫാദർ ജോസഫ് മൈലാടി, റെവറൻഡ് ഫാദർ ജോസഫ് വാഴപ്പനാടി എന്നിവർക്കും പ്രോഗ്രാം കൺവീനറും അക്കാഡമിക് വിഭാഗം ചുമതലയുള്ള വൈസ് പ്രിൻസിപ്പലുമായിരിക്കുന്ന മിസ് സുവർണ രാജുവിനും ഊഷ്മളമായ സ്വാഗതം നേരുന്നു. വൈസ് പ്രിൻസിപ്പലുമാരായ ബോബി സാർ, രശ്മി, രതീഷ് സാർ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ ശ്രീ ജോസാനി, റാങ്ക് നേടിയ ഡിപ്പാർട്ട്മെന്റ് HODമാരായ മിസ് ജിൻജുമോൾ, മിസ് റിൻജ, മിസ് ക്രിസ്റ്റി, മിസ് അശ്വിനി എന്നിവർക്കൊപ്പം 100% വിജയം നേതൃത്വം കൊടുത്ത മിസ് ഗോപിക, മിസ് സിഗിന, മിസ് പ്രൈസി, മിസ് ശിൽപ, മിസ് അനിറ്റ എന്നിവർക്കും സ്റ്റാഫ് സെക്രട്ടറിമാരായ മിസ് ഷാൻഡി, മിസ്റ്റർ അക്ഷയ്, MSW സൈക്കോളജി HODമാരായ മിസ് അഞ്ജലി, സൂപ്രണ്ട് ജസ്റ്റിൻ ജോസ് എന്നിവർക്കും ഊഷ്മളമായ സ്വാഗതം നേരുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, റാങ്ക് ജേതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, PG എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ എന്നിവർക്കും പ്രത്യേകം സ്വാഗതം നേരുന്നു. 100% കൈവരിച്ച BSc സൈബർ ഫോറൻസിക്കിലെ അവരുടെ ആവേശമൊക്കെ വാനോളം ഉയർത്തിയ വാച്ചാണ് കോളേജിന്റെ ചരിത്രത്തിൽ എക്കാലവും സ്മരിക്കുന്നതാണ്. ഒരു 100% പാസ് അസംഭവ്യമാണ് ആധുനിക കാലത്തിൽ 100% പാസ് കോളേജ് നേടുക എന്ന് പറഞ്ഞാൽ. അഭിയുന്ന പിതാവിന്റെ സാന്നിധ്യം ഞങ്ങളെ ആവേശമാനോളം ഉയർത്തിയിട്ടുണ്ട്. ആധ്യാത്മികതയിൽ ഊന്നിയ കർമ്മ മണ്ഡലങ്ങളിലാണ് ഈ കോളേജ് നടന്നു വരുന്നത്, നയിച്ചു വരുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം 352 കുട്ടികൾക്കെങ്കിലും പ്രതിവർഷം സ്കോളർഷിപ്പുകൾ കോളേജ് നൽകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനീയമാണ്. ഒപ്പം തന്നെ എല്ലാ ദിവസവും 7 മിനിറ്റിന്റെ പ്രാർത്ഥന സ്റ്റാഫുകളെല്ലാം ഒന്നിച്ച് ചെയ്തതിനു ശേഷം മാത്രമാണ് ക്ലാസ്സുകളിലേക്ക് പോകുന്നത് എന്നുള്ളതും നമുക്ക് ഏറെ ഈ സമയത്ത് അടിവരയിട്ട് നോക്കേണ്ടതാണ്. ഞാൻ കുട്ടികളോട് മാത്രം ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരു ഗുരു ചോദിച്ചു, നന്മയും തിന്മയും തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ ഗുരു പറഞ്ഞു, കോടാലി എന്ന് വിളിക്കുന്നത് തിന്മയാണ്, ചന്ദന മരം എന്ന് വിളിക്കുന്നത് നന്മയാണ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അതെങ്ങനെയാണ്? കോടാലി നമ്മൾ ഡെയിലി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നല്ലേ? അപ്പോ ഈ ഗുരു പറഞ്ഞു, കോടാലി ഉപയോഗിച്ച് ചന്ദന മരങ്ങളെ വെട്ടുമ്പോ അതിന്റെ കാതിലേക്കും കാമ്പിലേക്കും കടക്കുമ്പോൾ ഈ പ്രകൃതി മുഴുവൻ ഈ ചന്ദനത്തിന്റെ നറുമണം പരക്കും. എനിക്കും ഈ കോളേജിനും ഈ കുടുംബത്തിനും പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നാളുകളിൽ നിങ്ങൾ ഈ അവാർഡുകളും എല്ലാം വാങ്ങി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒരു പുതിയ തലമുറയായി, നാടിനും നാട്ടുകാർക്കും ഒക്കെ ഏറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പുത്തൻ തലമുറയായി തീരുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുവദിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഒരിക്കൽ കൂടി
ഏവർക്കും ഊഷ്മളമായ സ്വാഗതം തരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your humble words, and we also welcome you to this event. Today, we are honored to have with us a visionary leader whose journey embodies the spirit of perseverance and success. Sri Benny Thomas, the chairman of St. Anthony's College and the CEO of Ronaldo Spago International UAE, is a testament to entrepreneurial proficiency and dedication to excellence. We are privileged to have such a persona with us today for this grand event. I request Sri Benny Thomas, the college chairman, to kindly deliver the presidential address and share his insights with us. ഏറ്റവും സ്നേഹം നിറഞ്ഞ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് അഭിമന്യ മാർ ജോസ് പുളിക്കൽ, കിൻഫ്ര ചെയർമാനും ഈ കോളേജിൻ്റെ എല്ലാ ഭാഗവുമായ ശ്രീ ജോർജ് കുട്ടി അഗസ്തി സാറ്, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി സാറ്, ഈ കോളേജിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായ റവർ ഫാദർ ജോസഫ് വാഴപ്പനാടി, പെരുവന്താനം സെൻറ് ജോസഫ് ഫൊറേന വികാരി റവർ ഫാദർ സെബാസ്റ്റ്യൻ താഴത്ത് വീട്ടിൽ, ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സുവർണ രാജു, ഈ കോളേജിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായ റവർ ഫാദർ ജോസഫ് മൈലാടിയിൽ, PTA പ്രസിഡന്റ് ശ്രീ ജോർജ് കൂരമറ്റം, പൂർവ്വ വിദ്യാർത്ഥിനിയായ കുമാരി ഗ്രീന കുര്യൻ, അക്സ മരിയ ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന അജയ്, ഷഫീന ഷഫീഖ്, ഗൗരി കൃഷ്ണ KS, ആകാശ് PS, ഷാലത് സാറ എബ്രഹാം, ഈ കോളേജിൻ്റെ സെക്രട്ടറി ശ്രീ ടിജോമോൻ ജേക്കബ്, മറ്റ് കോളേജിലെ അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ ഇതുപോലെ ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള വിശിഷ്ട അതിഥികളോട് വേദി പങ്കിടാൻ സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമായി കാണുകയാണ്. ഞാൻ 3 ദിവസം മുന്നേ വരെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ എത്തുമെന്ന് ഒരു വിചാരവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജോലിയുമായി തിരക്കിലാണ്. അപ്പോൾ ലാൽച്ചൻ സാർ പറഞ്ഞു, പിതാവ് തീർച്ചയായിട്ടും വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചു. നിങ്ങൾക്കറിയാം, ഞാൻ ഈ കോളേജിൻ്റെ ചെയർമാനായിട്ട് ഏകദേശം 3-3.5 വർഷമായി. ഞാൻ ആദ്യം ചെയർമാനായതിനു ശേഷം ഏറ്റവും ആദ്യം പിതാവിനെ പോയി കണ്ടു, ഞാനും ലാൽച്ചൻ സാറും കൂടെ. അന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞങ്ങളിങ്ങനെ ഈ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് പിതാവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങളുടെ എല്ലാ സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നീട് ഈ കോളേജിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാ മാസവും എല്ലാ വെള്ളിയാഴ്ചയും കുർബാന ചെല്ലാൻ ഒരിക്കലും മുടങ്ങാതെ ഇവിടെ വൈദികരെത്തിയിരുന്നു. അത് ഈ കോളേജിൻ്റെ ഇന്നത്തെ ഈ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഒരു ഫാക്റ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുന്നെയാണ്, 10-12 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നിരപ്പേലച്ഛനെ ആദ്യമായിട്ട് ഒരു പക്ഷേ ഈ കോളേജിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പെരുവന്താനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങണം. അവിടെ സമീപ പ്രദേശങ്ങളിൽ ധാരാളം എയ്ഡഡ് കോളേജുകളുണ്ട്, പക്ഷേ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഈ മേഖലയിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് പെരുവന്താനം എവിടെയാണെന്ന് അറിയില്ല, കാരണം ഞാൻ കണ്ണൂരുകാരനാണ്. കാര്യം എൻ്റെ മാതാപിതാക്കളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്തവരാണ്. എന്നാലും ഈ പ്രദേശത്തെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടോ അറിവോ ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, അപ്പൊ അച്ഛനോട് ഞാൻ എൻ്റെ ഉത്കണ്ഠ പറഞ്ഞു, അച്ഛൻ അതുപോലെ ഒരു ഗ്രാമത്തിൽ പോയി ഇതുപോലെ ഒരു വലിയ കോളേജ് സ്ഥാപിച്ചാൽ എത്ര കണ്ട് അതിനെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ നാടിന് വേണ്ടി, ഈ കേരളത്തിലെ എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിച്ച വ്യക്തിയാണ്, എനിക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ ദൃഢനിശ്ചയത്തിന് മുന്നിൽ
നമ്മൾ അച്ഛൻ്റെ തീരുമാനത്തിന് വിട്ട് പിന്നീട് ഈ കോളേജ് അച്ഛൻ ബിൽഡ് ചെയ്യുകയും ഈ കോളേജൊക്കെ ഉണ്ടായി നല്ല മനോഹരമാക്കിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഈ കോളേജിൽ വരുന്നത്. എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്ര മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നോ അച്ഛൻ ഇങ്ങനെ ഒരു കോളേജ് പ്ലാൻ ചെയ്തിരുന്നതെന്ന്. പിന്നീട് അച്ഛൻ അസുഖമായി 3-3.5 വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ പറഞ്ഞു ഈ കോളേജിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് എന്നോടും ലാൽച്ചൻ സാറിനോടും പറഞ്ഞു. എനിക്ക് മടിയായിരുന്നു, കാരണം എൻ്റെ ഫീൽഡ് ഇതായിരുന്നില്ല. എനിക്കൊരു കോളേജ് നടത്താനുള്ള അറിവോ കഴിവോ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ബിസിനസ്സുകാരനാണ്. കൂടാതെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് ഈ കോളേജിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷെ അച്ഛൻ ഞാൻ പറഞ്ഞ കാര്യമൊന്നും കേട്ടില്ല. അങ്ങനെ ഞാൻ ഈ കോളേജിന്റെ ചെയർമാനായി. അന്ന് അധികാരമേൽക്കുന്ന സമയത്ത് ഇവിടെ 450 കുട്ടികളെ ഇവിടെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ സമീപ പ്രദേശങ്ങളിലുള്ള കോളേജുകളിലൊക്കെ ഫുൾ സ്ട്രെങ്തിൽ ഓടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കോളേജിൽ കുട്ടികളുടെ എണ്ണം കുറവെന്ന്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6 മാസക്കാലത്തോളം അടുത്ത 5 വർഷത്തേക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിൽ ഒന്നാമത്തെ പ്രാധാന്യം കൊടുത്തത് അക്കാഡമിക്കാണ്. കുട്ടികളെ എത്ര മനോഹരമായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും എന്ന്. അതിനുവേണ്ട നോട്ടുകളും അതിനുവേണ്ട ക്രമീകരണങ്ങളും അത് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ഞങ്ങൾ അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഓരോ വർഷം കഴിയുമ്പോൾ അതിന് കൂടുതൽ എങ്ങനെ ബ്യൂട്ടി ആക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വീണ്ടും ആലോചിച്ചു. യഥാർത്ഥത്തിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഈ കോളേജിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലുള്ള കുട്ടികൾ പഠിച്ച് മിടുക്കരായി നാളെ അവരൊരു ജോലി മേടിച്ച് അവരുടെ കുടുംബത്തെ സഹായിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ്. ഇത് ഒരു ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. ഇന്ന് ഇവിടെ പഠിച്ചിറങ്ങി പാസ്സായ ഇവരിൽ പലരും ഇന്ന് ഓൾറെഡി ജോലി സമ്പാദിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള കുട്ടികളൊക്കെ ജോലി വേണ്ടാത്ത ആൾക്കാർ ഉപരിപഠനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒന്നാമത് ഈ മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. നമുക്കറിയാം, കൃഷി ചെയ്ത് ഇന്നത്തെ കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു കൃഷി കുടുംബത്തിൽ ജനിച്ചവനാണ്. കൃഷിയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. പക്ഷെ അതുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് ഞാനൊരു 10-30 വർഷം മുന്നേ മനസ്സിലാക്കിയത് കൊണ്ടാണ് ദൈവം എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മക്കളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കണം, പഠിച്ച് ഇനിയും മുന്നോട്ട് പോകണം. നിങ്ങൾ ജോലി കിട്ടിയാലും പഠിപ്പ് നിർത്തരുത്. നിങ്ങൾ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല ജോലി നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ ഏതൊക്കെ സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, ഈ കോളേജ് കഴിഞ്ഞ കാലഘട്ടത്തിൽ 3.5 വർഷത്തിനുള്ളിൽ 500 നിന്ന് 1500 എന്ന ഒരു അഡ്മിഷനിലേക്ക് വരുത്തിയത് തീർച്ചയായും ഈ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി സാറിന്റെയും അദ്ദേഹത്തെ സഹായിക്കുന്ന വൈസ് പ്രിൻസിപ്പൽമാരായവരെയും HODമാരും ടീച്ചേഴ്സുമാണ്. എനിക്കെന്നും അഭിമാനമാണ് ഈ കോളേജിലേക്ക് കടന്നു വരാൻ. കാരണം ഇതുപോലെ അധ്വാനിക്കുന്ന ഒരു അധ്യാപകരുള്ള ഒരു കോളേജ് കേരളത്തിൽ ഇല്ലെന്ന് 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും. അതിന്റെ കാരണം ഒരു പ്രിൻസിപ്പൽ ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിന് ഈ കോളേജ് അല്ലാതെ വേറെ ഒരു കാര്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ പോലും അദ്ദേഹമാണോ നോക്കുന്നതെന്ന് എനിക്ക് സംശയമാണ്. രാവിലെ 7 മണിക്ക് അദ്ദേഹം, ഞാൻ ഓൺലൈനിൽ നോക്കും അദ്ദേഹം ഉണ്ടോന്ന്. അപ്പോഴാണ് ഒരുപക്ഷെ എനിക്ക് സമയം കിട്ടുക സംസാരിക്കാൻ. അപ്പം അദ്ദേഹം 5 മണിക്ക് ഓൺലൈനിലുണ്ട്. ഞാൻ രാത്രി 12 മണിക്ക് 1 മണിക്കാണ് ഞാൻ പലപ്പോഴും എൻ്റെ ജോലി കഴിഞ്ഞെന്ന ഒരു മെസ്സേജ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അന്നേരവും അദ്ദേഹം ഓൺലൈനിലുണ്ട്. അപ്പം ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള പല 100 വർഷം പഴക്കമുള്ള കോളേജുകൾ പോലും ഇന്ന് അഡ്മിഷൻ ഇല്ലാതെ വിഷമിക്കുകയാണ്. കഴിഞ്ഞ വർഷം 50-60% ഇവിടെയുള്ള എയ്ഡഡ് റെഗുലർ കോളേജുകളിലെ അഡ്മിഷൻ. ആ സമയത്ത് 95% അഡ്മിഷൻ ഈ കോളേജ് മേടിച്ചു.
ഈ വർഷം ഇതുവരെ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് വന്നിട്ടില്ല. ഞങ്ങളുടെ മാനേജ്മെന്റ് കോട്ട മുഴുവൻ ഫുള്ളായി. നമ്മൾക്കിവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കുട്ടികൾ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആൾക്കാർ ചോദിക്കും, എന്താ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? ഇതിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല. ജീവിതത്തിൽ ഒരു ഷോർട്ട് കട്ടും ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല. ഇത് അധ്വാനത്തിന്റെയാണ്. ഇവിടെയുള്ള ഈ പ്രിൻസിപ്പളും ഇവിടെയുള്ള ഈ ടീച്ചേഴ്സും രാപകലില്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന റിസൾട്ടും ഈ കോളേജിന്റെ ഉന്നമനം. ഞാൻ എൻ്റെ അച്ഛനോട് വാക്ക് പറഞ്ഞു, അച്ഛാ, ഞാൻ തീർച്ചയായിട്ടും 5 വർഷത്തിനുള്ളിൽ അച്ഛൻ ആഗ്രഹിച്ച ഒരു കോളേജ് ആക്കി മാറ്റുമെന്ന് ഞാൻ അന്ന് അച്ഛന് വാക്ക് കൊടുത്തു. അച്ഛന്റെ അവസാന ആഴ്ചയിൽ. ഇന്ന് എനിക്കറിയാം, ഈ നിമിഷത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അച്ഛനാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് കൂടുതൽ ഒന്നും ആവശ്യമില്ല. ഞാനൊരിക്കലും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ കോളേജിന് വേണ്ടി പണം മുടക്കിയത് എന്നെങ്കിലും ഇതിൽ നിന്നൊരു ലാഭം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അല്ല. ദൈവം, ഞാനൊരു സാധാരണ കുടുംബത്തില് ഒരു വില്ലേജിൽ പിറന്നു വീണ വ്യക്തിയാണ്. ഇന്ന് എന്നെ ഈ ലോകത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആക്കിയത് എൻ്റെ കഴിവ് കൊണ്ടോ ഞാൻ പഠിച്ച വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വളരെ ബുദ്ധിസാമർഥ്യമുള്ള വ്യക്തി ആയതുകൊണ്ടോ അല്ല, മറിച്ച് 100% ദൈവം എനിക്ക് തന്ന ദാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ദൈവം ഇതുപോലെ ദാനം തന്നപ്പോൾ ഈ നാടിന് വേണ്ടി, ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ പോലെ ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു ടീം വർക്കും ഇതുപോലെയുള്ള റിസൾട്ടും കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലങ്ങളിൽ ഇവിടുന്ന് നാക് അക്രഡിറ്റേഷൻ മേടിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ നാക് അക്രഡിറ്റേഷന്റെ അവസാന കാലഘട്ടത്തിൽ സബ്മിഷന്റെ സമയമാകുമ്പോൾ 3-3.5 മാസക്കാലം ഇവർ 10-11 മണി വരെ ഇവിടെയുള്ള 79 സ്റ്റാഫും ഇവിടെ ഇരുന്നിട്ട് ജോലി ചെയ്ത് ഞായറാഴ്ച പോലും മെനക്കെട്ടിട്ടാണ് ഞങ്ങൾ ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കിയത്. ഇതുപോലെയൊന്നും ഒരു കോളേജിലോ ആരും ചെയ്യില്ല. കാരണം സമയം നോക്കി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളാണ് ഇന്നുള്ള നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. എനിക്ക് ഇന്ന് ഇവിടെ പാസ്സായ കുട്ടികളോട് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ കോളേജിന്റെ അഭിമാനമാണ്. നിങ്ങൾ ഇന്ന് പഠിച്ചിവിടുന്ന് ഇറങ്ങിപ്പോകും, നാളെ നിങ്ങൾ ജോലി മേടിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമൂഹത്തിനോട് ഒരു ബാധ്യതയുണ്ട്. ആദ്യത്തെ നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ കുടുംബത്തോടാണ്. ഞാൻ ആദ്യം എനിക്ക് ജോലി കിട്ടിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അമ്മച്ചിക്ക്, എൻ്റെ കുടുംബത്തിന് ഒരു ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരെ സഹായിക്കണം. അതിനുശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ അയൽവാസികളെ സഹായിക്കണം. അതിനുശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ആ വില്ലേജിലുള്ള ആൾക്കാരെ സഹായിക്കണം. ഇത് എത്ര കണ്ട് നമ്മൾ കൊടുക്കുന്നോ അത്ര കണ്ട് ദൈവം നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും വിചാരിച്ചേക്കരുത് നമുക്ക് എന്തെങ്കിലും ഉണ്ടായിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ സഹായിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഈ പാത്രത്തിൽ ദൈവം വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിടുക്കരാകുമ്പോൾ നിങ്ങളെ ഇത്രയും വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിച്ചേക്കരുത്. അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും ഈ നാട്ടിലുള്ള കാരണന്മാരോട് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് അവരെ പണിയെടുപ്പിച്ചു വേണം വളർത്താൻ. നിങ്ങൾ വിചാരിച്ചേക്കരുത് ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടിയെ ഒരു പണി പോലും ചെയ്യിപ്പിക്കാതെ പഠനത്തിന് വേണ്ടി മാത്രം വിടാമെന്ന് വിചാരിച്ചാൽ അവര് തീർച്ചയായിട്ടും ഈ പഠനത്തിന് ശേഷം ആദ്യം ജോലി തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടുകൾ അറിയിച്ച് നിങ്ങൾ വളർത്തണം. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെയും അറിയിക്കണം. എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തായിരിക്കാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ വിജയത്തിന്റെ രഹസ്യം എന്ന്. ഒറ്റ കാര്യമുള്ളൂ, ഒരേ ഒരു കാര്യം. എനിക്ക് 93 വയസ്സുള്ള ഒരു അമ്മയുണ്ട്.
ആ അമ്മ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വിജയവും ഇതുപോലെ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ആയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തിച്ചേരുമെന്ന് അറിയാൻ സാധിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹം, ആശംസകളും എല്ലാം ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. തീർച്ചയായും ഇനിയും നിങ്ങളെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണും. അപ്പം സന്തോഷത്തോടുകൂടി കാണാനും നിങ്ങളുടെ വിജയത്തിലൊക്കെ എനിക്കും സന്തോഷം കാണാനും എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ സ്നേഹാന്വേഷണങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you, sir, for your graceful words. It is a great honor for all Antonians today to have an esteemed guest of honor for today's momentous occasion. His Excellency Mar Jose Pulikal, the Bishop of Karnapalli Diocese, is an epitome of leadership, wisdom, and has always shown an unwavering commitment to community development. We are blessed to have such an esteemed guest to grace us with his presence and inaugurate the significant milestones, inspiring us all to strive for excellence. അന്റോണിയൻസ് എക്സലൻഷ്യ 2K24 ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായും റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്നതിനായും AICTE അംഗീകാര പ്രഖ്യാപനം നടത്തുന്നതിനായും സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് പ്രോജക്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായും BCA ഫുൾ സ്റ്റാക്ക്, BSc സൈക്കോളജി, MSW എന്ന പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം നടത്തുന്നതിനായും ഇവിടെ എത്തിച്ചേർന്ന് 100% വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമന്യ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവിനെ ഏറെ സ്നേഹാദരവോടെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. അന്റോണിയൻസ് എക്സലൻസിയ 2024 എന്ന ധന്യമായ ഈ മഹാസംഗമത്തിൻ്റെ വേദിയിൽ സന്നിഹിതനായിരുന്നുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ഇതിൻ്റെ ചെയർമാൻ ശ്രീ ബെന്നി തോമസ്, നമ്മുടെ എല്ലാം അഭിമാനമായ ഈ കോളേജിൻ്റെ ദാർശനികനായ ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ്, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ കൂടിയായ ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റിൻ, നമ്മുടെ ഈ സമീപത്ത് തന്നെയുള്ള തിരുവനന്തപുരം കൊറോന ദേവാലയത്തിൻ്റെ ഇടവകയുടെ വികാരിയച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ താഴത്ത് വീട്ടിലച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് അൽപ്പനടിച്ചൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് മൈലാടിയച്ഛൻ, മറ്റു ബഹുമാനപ്പെട്ട വൈദികരെ, ശ്രീമതി സുവർണ രാജു പ്രോഗ്രാം കോർഡിനേറ്റർ, ശ്രീ ജോർജ് കൂരമറ്റം PTA പ്രസിഡന്റ്, ശ്രീ ഫിജോമോൻ ജേക്കബ് സെക്രട്ടറി, ഇന്നത്തെ മിന്നുന്ന താരങ്ങളായി നമ്മുടെ എല്ലാം അഭിമാനമായി നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന റാങ്ക് ജേതാക്കൾ അക്സ മരിയ ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന അജയ്, ഷഫീന ഷഫീഖ്, ഗൗരി കൃഷ്ണ KS, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, മാധ്യമപ്രവർത്തകരെ, എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഈ അന്റോണിയൻസ് എക്സലൻസിയ 2K24 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നത്. ഒരു വലിയ ദർശനത്തിൻ്റെ വളർച്ചയാണ് ഞാനിവിടെ കാണുന്നത്. ആ ദാർശനികൻ കേരളത്തിലെ സമകാലിക വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധങ്ങളായ സെന്റ് ആന്റണീസ് അക്കാദമിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ അതുല്യമായ സംഭാവനകൾ ചെയ്ത, ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആദരണീയനായ ഡോക്ടർ ആന്റണി നിരപ്പേലച്ചൻ, അദ്ദേഹത്തെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന കാലം
അംഗീകരിച്ചത്. ആ ധന്യാത്മാവിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് എന്നീ വിദ്യാ സംരംഭങ്ങളെല്ലാം ഇവിടെ, പ്രത്യേകിച്ചും സെന്റ് ആന്റണീസ് വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ സ്ഥാപനങ്ങളും ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ദർശനത്തെ മനോഹരമാക്കി വളർത്തിയെടുക്കുന്നതിന് ഇതിന്റെ പിറകിൽ അധ്വാനിച്ചവര് ധാരാളം പേരുണ്ട്. ചെറിയ ഒരു തുടക്കമായിട്ടൊക്കെയാണ് ഇതിവിടെ ആരംഭിച്ചത്. ഈ സെന്റ് ആന്റണീസ് കോളേജ് പെരുവന്താനം എന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അകലെ നിന്നുകൊണ്ട് അഭിമാനത്തോടെ നോക്കിക്കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്നാണ് ഇവിടെ ആദ്യമായിട്ട് വരാനിടയാകുന്നതെന്ന കാര്യം നമ്മുടെ ലാലിച്ചൻ സാറ് സൂചിപ്പിച്ചത് സത്യമാണ്. പക്ഷെ ഇതിന്റെ വളർച്ചയെ ഞാൻ വലിയ സ്നേഹത്തോടു കൂടിയും കരുതലോടുകൂടിയും കാണുന്നുണ്ടായിരുന്നു എന്നത് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ കുറച്ച് സ്റ്റുഡൻസിൽ മാത്രം ആരംഭിച്ചിട്ട് ഇപ്പോഴത് 1500 സ്റ്റുഡൻസ് പഠിക്കുന്ന വളരെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഉയർന്നിരിക്കുന്നു. 11 UG കോഴ്സുകളും 2 PG കോഴ്സസും ഇവിടെയുണ്ട്. ഒപ്പം ഇഗ്നോയുടെ സ്റ്റഡി സെന്ററും. ഇതുകൂടാതെ അഭിമാനകരമായ രീതിയിൽ നാക്കിന്റെ അക്രഡിറ്റേഷൻ, AICTE അപ്രൂവൽ, UGC അംഗീകാരം തുടങ്ങിയവയെല്ലാം നേടിയെടുക്കാനായിട്ട് കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ നമ്മുടെ സെന്റ് ആന്റണീസ് കോളേജിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിങ്ങളോട് ചേർന്ന് ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാഞ്ഞിരപ്പള്ളി രൂപത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കാലം പിന്നിട്ട ഒരു രൂപതയാണ്. കേരളത്തിലെ കത്തോലിക്ക സഭ ഈ കാര്യത്തിലൊക്കെ ചെയ്തിരിക്കുന്ന സംഭാവനകൾ അതുല്യങ്ങളാണ്. രൂപതയുടെ നേരിട്ട് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമല്ലെങ്കിലും രൂപതയിലെ വളരെ പ്രഗത്ഭരായ മിടുക്കരായ ആളുകൾ വിഭാവനം ചെയ്ത് രൂപതയിലെ തന്നെ വൈദികനായിരുന്ന ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ വിഭാവനം ചെയ്ത് ഉയർത്തിയെടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിനെ വലിയ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ രൂപത എന്ന് നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് യാഥാർത്ഥ്യമാകുന്നത് എന്ന് ചിന്തിച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ അതിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. നല്ല ചില ദാർശനികർ ഇതിന്റെ പുറകിലുണ്ട്. കാലം ചെയ്ത നിരപ്പരച്ചതിന് ശേഷം അതേ ദർശനം അച്ഛനുള്ള കാലത്ത് തന്നെയും അച്ഛന് ശേഷവും ഏറ്റെടുത്ത് സ്വന്തമാക്കി അതിനെ വളർത്തിയെടുക്കുന്ന വ്യക്തികൾ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല മോഡൽസ് ഉണ്ടാവണം. നോക്കി നടക്കാൻ പാകത്തില് വിജയത്തിന്റെ ആകാശങ്ങളിലേക്ക് എങ്ങനെ ഉയരാം, എങ്ങനെ യഥാർത്ഥ വിജയം കൊയ്തെടുക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മുൻപിൽ ചില മനോഹരമായ മാതൃകകൾ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഉന്നതമായ ദർശനങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ച് വിജയിച്ചവർ, അങ്ങനെ അവരെ നോക്കി നടക്കാൻ പാകത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരുണ്ടെങ്കിൽ അത് എത്രയും എളുപ്പമാകും ആ നടപ്പ് കാഴ്ച. ഞാൻ നിങ്ങൾക്ക് 2 മോഡൽസിനെ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി നടക്കാനും നിങ്ങൾ എങ്ങനെ വിജയിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വിജയപാത എതിരെ എങ്ങനെ ഏത് വഴിയിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി നടക്കാൻ പാകത്തിൽ അടുത്ത എളുപ്പത്തിലുള്ള 2 പേരെ പറഞ്ഞു തരാം. ആ 2 പേര് ഈ വേദിയിലുണ്ട്. ജീവിതത്തിൽ അർത്ഥവത്തായ വിജയങ്ങൾ ശരിയായ ദർശനം പിന്തുടർന്നുകൊണ്ട് നേടിയെടുത്തവർ, ഇപ്പോഴും കെട്ടടങ്ങാതെ ആ ദർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് അനേകർക്ക് നല്ല വെളിച്ചമായി മാറുന്ന 2 വ്യക്തികൾ. ധാരാളം വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സംരംഭരായ 2 വ്യക്തികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താതെ നിങ്ങൾക്ക് പരിചയമുള്ള 2 വ്യക്തികളാണ് നമ്മുടെ ചെയർമാൻ ശ്രീ ബെന്നി തോമസും ശ്രീ ആന്റണി ജോസഫ് കല്ലമ്പള്ളി. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ അദ്ദേഹം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളു നമുക്കറിയാൻ പറ്റും. ചില ആളുകൾ മുൻപന്തിൽ നിൽക്കുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ എനിക്കൊരു പ്രചോദനം കിട്ടിയതുകൊണ്ടാണ് അന്ന് ശ്രീ ബെന്നിയും ലാലിച്ചൻ സാറും ഒക്കെ എന്നെ വന്ന് കണ്ടപ്പോൾ ഗോയക്കട്ട് കൂടെയുണ്ട്, ധൈര്യമായിട്ട് പോകും എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നിയത്. വലിയ പരിചയമൊന്നും എനിക്ക് ശ്രീ ബെന്നിയെ നേരത്തെ ഇല്ല, ലാലിച്ചൻ സാറിനെ ഉണ്ട്. അപ്പൊ ശ്രീ ബെന്നിയെ കുറിച്ച് ഞാൻ പിന്നെ കൂടുതലായിട്ട് അറിഞ്ഞത് പല മാധ്യമങ്ങളിലൂടെയാണ്. പിന്നെ ഇതിന്റെ വിജയം ഓരോന്നോരോന്നായിട്ട് നടക്കുമ്പം അതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, ശക്തനായ ഒരാൾ. തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ദൈവമാണെന്നുള്ളൊരു സംശയമില്ല. ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട്
തീക്ഷ്ണമായിട്ട് അധ്വാനിക്കുന്ന, സ്വപ്നം കാണുന്ന വ്യക്തികൾ ഇതിന്റെ പുറകിലുണ്ട്. അതാരൊക്കെ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത്. ബെന്നിയുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്താണെന്ന് ഇനി ഞാൻ പറയണ്ട, അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിത രഹസ്യം എന്ന് പറയാൻ നെഞ്ചുറപ്പുള്ള ഒരാൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയമക്കളെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങൾക്ക് മാതൃകയാക്കാൻ ഞാൻ പറഞ്ഞതിന്റെ ഒന്നാം പാഠം അതാണ്. ദൈവം തരുന്ന അനുഗ്രഹമാണ്, ദൈവത്തിന്റെ കൃപയാണ് എൻ്റെ വിജയത്തിന്റെ അടിസ്ഥാന രഹസ്യമെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് പറയാൻ മനസ്സുള്ള, നെഞ്ചുറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പരസ്യമായിട്ട്. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചു. എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് ദൈവം ഈ ഭൂമിയിൽ നിയോഗിച്ചിരിക്കുന്നവരാണ്. എൻ്റെ അമ്മച്ചി, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, അവരെ മറന്നിട്ട് ഞാനൊന്നും ചെയ്യരുത്. വളരെ സ്വാർത്ഥപൂർവ്വം മാതാപിതാക്കളെ മറന്ന് തന്നിഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വിദേശത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ഈ ചുറ്റുപാടുമൊക്കെ കാണുന്ന പലപ്പോഴും മോഹിപ്പിക്കുന്ന വ്യാപാരങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പറക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും തറവാടിനെയും എല്ലാം മറന്നുകൊണ്ട് എവിടെയെങ്കിലും പോയി വിദേശത്ത് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് സ്വാർത്ഥമോഹികളായി പറക്കുന്നവർ. ബെന്നി അത്തരക്കാരനല്ല. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹം സ്വന്തം നാടിനെ മറക്കാതെയും സർവോപരി സ്വന്തം കുടുംബത്തിൽ തന്നെ ആദ്യം സ്നേഹിച്ചുകൊണ്ടും പിന്നെ കുടുംബത്തിന്റെ പരിസരത്തുള്ളവർ, എന്നെ ഒത്തിരി ശ്രദ്ധിപ്പിച്ച കാര്യം അതാണ്. അദ്ദേഹം പങ്കുവെച്ചപ്പോൾ പറഞ്ഞതൊക്കെ എന്താ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചിന്തിക്കുന്നതും ജീവിക്കുന്നതും. അതാണ് ഞാൻ അദ്ദേഹം മോഡലായിട്ട് എടുക്കണമെന്ന് നിങ്ങളോട് പറയാൻ കാരണം. ഇത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. നമ്പർ 2, എൻ്റെ പാരന്റ്സ്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ സമുദ്ധരിക്കുക എന്നുള്ളത് എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. 2, എൻ്റെ കുടുംബത്തെ മാത്രം ഞാൻ നോക്കിയാൽ പോരാ, എൻ്റെ പരിസരങ്ങളെ കൂടി വളർത്തണം. അത് പലപ്പോഴും ആരിലും കാണാറില്ല. ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ പേരും കൂടുതൽ. കൂടി വന്നാൽ എൻ്റെ കുടുംബം എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര് കാണുമായിരിക്കും. മിക്കവാറും അവിടെ കൊണ്ട് തീരുക. എൻ്റെ കുടുംബ പരിസരങ്ങൾ എന്ന് പറയാനായിട്ട് ആർജവത്വമുള്ള ഒരാൾ നമ്മുടെ മധ്യയെ, നമ്മുടെ ചെയർമാനായിട്ടുണ്ട്. കൊടുക്കുന്നവരുടെ കയ്യടി. എൻ്റെ കുടുംബത്തിന്റെ പരിസരം മാത്രമല്ല, ആ ചുറ്റുപാടുകൾ മാത്രമല്ലാതെ മറ്റു ഗ്രാമപ്രദേശങ്ങള്, എനിക്ക് പിറവി തന്ന ഈ കേരളത്തിന്റെ മണ്ണ്, ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്, ഇവിടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന് ഉയർന്നെത്തിയപ്പോൾ അതുപോലെയുള്ള ഇതര ഗ്രാമങ്ങളും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. അവിടെയും ഒരുപാട് ആളുകൾ എന്റെ സഹായം അർഹിക്കുന്നവരുണ്ട്. ഇന്ന് എനിക്ക് സഹായിക്കാൻ പറ്റും, ഞാൻ അവർക്കും കൂടെ വേണ്ടിയുള്ളവനാണ്. അല്ലെങ്കിൽ ഈ ജീവിതം എന്തിന് എന്നൊരു ചോദ്യം അദ്ദേഹം ഇവിടെ ചോദിച്ചു അല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം ദൈവം എനിക്ക് തന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ ചോദ്യം നിങ്ങളെ സ്വാധീനിക്കണം. അങ്ങനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ അവരെന്നെ സഹായിക്കാനും കരുതാനും പറ്റുന്നില്ലെങ്കിൽ എന്ത് ഈ ജീവിതം എന്നൊരു ചോദ്യം. അതുകൊണ്ടാണ് അദ്ദേഹം മോഡലാണെന്ന് ഞാൻ പറയാൻ കാരണം. രണ്ടാമത് നിങ്ങൾക്ക് തന്ന ഒരു മോഡൽ നമ്മുടെ ബഹുമാനപ്പെട്ട ലാലിച്ചൻ സാറാണ്. ലാലിച്ചൻ സാറിനെ എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. അനക്കല്ലുകാരൻ, കല്ലമ്പള്ളി കുടുംബത്തിലെ അംഗമാണ്. ഒത്തിരിയേറെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ സംഭാവനകൾ ചെയ്ത കുടുംബമാണ് കല്ലമ്പള്ളി കുടുംബം. എന്ന് മാത്രമല്ല, ലാലിച്ചൻ സാർ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവാനുഗ്രഹം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരാളാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ടൈം ടേബിളിനെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ബെന്നി ഇവിടെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുക? വാസ്തവത്തിൽ ഇത് സാധാരണ രീതിയിൽ വളർന്നു വന്നൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പക്ഷെ എങ്ങനെ ഇവിടെ വരുന്ന കുട്ടികൾ ഏറ്റവും വലിയ ഹൈ ഇന്റലിജൻസ് ഉള്ളവരാണെന്ന് പറയാൻ പറ്റുകയില്ല. സാധാരണക്കാരായ കുട്ടികൾ. ഇപ്പൊ സാധാരണക്കാരായ കുട്ടികൾ എങ്ങനെ ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ഇവിടുന്ന് വിജയം വരിച്ചിറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകില് ദൈവത്തിലുള്ള ആശ്രയബോധവും കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫർട്ടും. അതാണ് ഉന്നതമായ ഒരു ദർശനം, ദൈവത്തിലുള്ള ആശ്രയബോധം, നിരന്തരമായ പരിശ്രമം. അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ പ്രിയപ്പെട്ട ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ
ആ കമ്മിറ്റ്മെന്റ് മാത്രമാണ് ഇത്രയും അധ്യാപകരെ ഇവിടെ ചേർത്ത് നിർത്തി ഇത്രയേറെ പ്രചോദനപരമായ രീതിയിൽ എല്ലാവരെയും ഒരു വലിയ കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് മുൻപോട്ട് നയിക്കാൻ കഴിയുന്നത് എന്നതിൽ സംശയമില്ല. വളരെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള ഒരു സ്ഥാപനത്തെ നയിക്കുക എന്നതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. സാധാരണ രീതിയിൽ വളർന്നു വന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. അതാണ് അദ്ദേഹം മനോഹരമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഇതിന്റെ പരിസരത്തുള്ള മരിയൻ, ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, മരിയൻ കോളേജ് ഒരു വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്, സംശയമൊന്നുമില്ല. അപ്പൊ ഈ അതുപോലെ തന്നെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തന്നെ അഭിമാനമായ മറ്റൊരു സ്ഥാപനമാണ്. സെന്റ് മേരീസ് കോളേജ് അതുപോലെ വലിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ഈ പ്രദേശം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതുല്യങ്ങളായ സംഭാവനകൾ ചെയ്യുന്ന ഒരു വലിയ ഒരു മേഖലയായിട്ട് മാറുകയാണ്. കുട്ടിക്കാനം, പെരുവന്താനം തുടങ്ങിയ മേഖലകളൊക്കെ സാധാരണ ഗ്രാമപ്രദേശങ്ങളാണ്. ഒരു കാലത്ത് ഒരു വിലയും നിലയും ഇല്ലാതിരുന്ന, സ്ഥലത്തിന് പോലും വിലയില്ലാതിരുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നതോടുകൂടി എന്തുമാത്രം ഈ പ്രദേശം തന്നെ ഉയർന്നിരിക്കുന്നു. ഈ പ്രദേശത്തു നിന്നൊക്കെയുള്ള മലയോര മേഖലയിലെ മനുഷ്യര് കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകത്തിന്റെ മേഖലകളിൽ വിവിധ മേഖലകളിലേക്ക് ഉയർന്ന് വലിയ സംഭാവനകൾ ചെയ്യുന്നവരായി മാറുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരും കരുത്തരുമായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് അഭിമാനത്തോടെ ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സുന്ദരമായ ഒരു സമ്മാനം എന്ന വിധം ഒരു പ്രചോദനപരമായ സന്ദേശം നൽകാനായിട്ട് ഏറ്റവും പ്രഗത്ഭനായ ശ്രീ ജോർജ് കുട്ടി ശ്രീ ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ നോക്കി പഠിക്കേണ്ട ഒരു വ്യക്തിയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കാമെന്ന് കാലഘട്ടത്തോട് സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ മേഖലയിൽ കയ്യിൽ കറവറ്റാത്തവർ അധികം പേരൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ എഞ്ചിനീയറിംഗുകാരനാണ്, എനിക്ക് പണ്ടേ അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കറവറ്റാത്ത, കളങ്കമില്ലാത്ത രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉയർന്നു ശോഭിക്കുന്ന അതുല്യനായ ഒരു പ്രതിഭയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുട്ടി അവസ്ഥ. അദ്ദേഹത്തെയും മോഡലായിട്ട് സ്വീകരിക്കാൻ പറ്റും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ ആളുകൾ, ഇനി ധാരാളം മോഡൽസ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. നിങ്ങളുടെ തന്നെ കൂട്ടുകാര്, റാങ്ക് ജേതാക്കളൊക്കെ മോഡൽസ് ആണ്. കാരണം എന്താണ്? അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ വിജയം നേടിയത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് കൂടി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് തന്നെയാണെങ്കിൽ പോലും നമ്മൾ സ്വപ്നം കാണേണ്ടത് അക്കാദമിക വിജയങ്ങൾ മാത്രമല്ല. ഈ കോളേജിന്റെ ദർശനങ്ങളിൽ ഇത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിശ്വവിദ്യനുണ്ട്. അതേസമയം തന്നെ അതൊക്കെ ഉപരിയായിട്ട് സമഗ്രതയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ദർശനം. അടിസ്ഥാനപരമായിട്ട് സമഗ്രതയുള്ള വ്യക്തിത്വങ്ങളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് പൂർണ്ണത? ഏതെങ്കിലും ഒരു മേഖലയല്ല. ഇന്റലിജൻസ് കോഷ്യന്റ്, IQ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ. ഇമോഷണൽ ഇന്റലിജൻസ് കോഷ്യന്റ്, EQ, അതും ഡെവലപ്പ് ചെയ്യണം. അതും മാത്രം പോരാ. സ്പിരിച്വൽ ഇന്റലിജൻസ് കോഷ്യന്റ്, SQ എന്ന് പറയാമെങ്കിൽ അതും. അങ്ങനെ IQ, EQ, SQ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു വ്യക്തിത്വത്തിന്റെ പക്വമായ വളർച്ച ഉണ്ടാകും. അവിടെയാണ് വിജയം. ബുദ്ധി തന്നെ ഉള്ളത് കൊണ്ട് ആരും എങ്ങും എത്തിച്ചേരുകയില്ല. ബുദ്ധി തന്നെ ഉള്ളത് കൊണ്ട് ആർക്കും സംഭാവനകൾ ചെയ്യാൻ പറ്റുകയില്ല ലോകത്തിന്. ബുദ്ധിയോടൊപ്പം തന്നെ വൈകാരിക പക്വതയും കൂടി ഉണ്ടാവണം. ഈ വൈകാരിക പക്വത ഉണ്ടാകണമെങ്കിൽ അതിനൊരു ധാർമ്മികമായ ബലം ഉണ്ടാവണം. ഈ ധാർമ്മികതയുടെ ഉറവിടം ദൈവമാണ്, ഈശ്വരനാണ്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ ജീവിതത്തിന്റെ കേന്ദ്രമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് സ്പിരിച്വൽ കോഷ്യന്റ്, ആധ്യാത്മികമായ ഒരു ദർശനം. ഈ ഒരു ഹൃദയവും മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം കൂടെ ചേരുന്നതാണ് മനുഷ്യന്റെ വ്യക്തിത്വം. അങ്ങനെ ഒരു പക്വതയുള്ള വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഈ കാലഘട്ടത്തെ സ്വാധീനിക്കുന്നവരായി മാറുന്നത്, മൂല്യബോധമുള്ളവരായി മാറുന്നത്. മൂല്യബോധമുള്ളവരായി മാറുമ്പോൾ സംസ്കാരത്തെ തന്നെ രൂപീകരിക്കും. ഒരു നല്ല സംസ്കൃതി രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാഴ്ചയുള്ളവരായിട്ട്, വെളിച്ചമുള്ളവരായിട്ട് മാറണം. സെയിന്റ് ആന്റണീസിൽ നിന്നും പുറത്തിറങ്ങുന്ന മക്കൾ, അല്ലെങ്കിൽ ഞാൻ പറയും കാഞ്ഞിരപ്പള്ളി രൂപത വിഭാവനം ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ എല്ലാം വെളിച്ചമുള്ളവരായി മാറും. ഒരുപാട് ഇരുട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ കണ്ടുമുട്ടാൻ വെളിച്ചമില്ലാത്തൊരു ലോകം. ഒരു കൊച്ചു കാര്യങ്ങളെ പറഞ്ഞിട്ട് ഒരു കഥയാവട്ടെ. ഒരു ഗുരു ഒരിക്കൽ ശിഷ്യഗണങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എപ്പോഴാണ് വെളിച്ചം ഉണ്ടാവുന്നത്? ഒരു ചോദ്യമാണ്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെളിച്ചം, ഇരുളകറ്റുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു,
ആടിനെ പട്ടിയിൽ നിന്ന് തിരിച്ചറിയാൻ കാലമാകുമ്പോൾ വെളിച്ചമുണ്ട്. മിടുക്കനാണല്ലേ? ആടിനെ നായയിൽ നിന്ന് തിരിച്ചറിയാനുള്ള വെട്ടമുണ്ടെങ്കിൽ വെളിച്ചമായി. എപ്പോഴാണ് പ്രഭാതമാകുന്നതെന്നാണ് ഗുരു ചോദിച്ചത്. എപ്പോഴാണ് പ്രഭാതമാകുന്നത്? ആ സമയത്ത് പ്രഭാതമായി. ഉത്തരം ശരിയാണെന്ന് തോന്നിയെങ്കിൽ പോലും ഗുരു നിഷേധിച്ചുകൊണ്ട് തലയാട്ടി. അല്ല. അപ്പൊ വേറൊരു മിടുക്കനായ ശിഷ്യൻ പറഞ്ഞു, മാങ്ങയെ മാതള നാരങ്ങയിൽ തിരിച്ചറിയാൻ വെളിച്ചമുണ്ടാകുമ്പോൾ പ്രഭാതമായി, പ്രകാശം വരുന്നു എന്ന് പറയാൻ പറ്റും. അത് നിഷേധിച്ചുകൊണ്ട് ഗുരു തലയാട്ടി. അപ്പോൾ മറ്റൊരു മിടുക്കനായ ശിഷ്യൻ അല്പം കൂടി ആലോചിച്ചത് പറഞ്ഞു, കുറച്ചുകൂടെ വെളിച്ചം വേണമായിരിക്കും, പോരാ. അതുകൊണ്ടാണ് ഗുരു നിഷേധിച്ചത്. സൂചിയെ മൊട്ടുസൂചിയിൽ നിന്നും തിരിച്ചറിയാനുള്ള കാലമാകുമ്പം നല്ല പ്രകാശമായി, പ്രഭാതമായി, സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞു. ഇപ്രാവശ്യം ഉത്തരം ശരിയാകുമെന്ന് ചിന്തിച്ചെങ്കിലും അതും നിഷേധിച്ചുകൊണ്ട് ഗുരു തലയാട്ടി. പിന്നെ ശിഷ്യന്മാരൊന്നും മണ്ടത്തരങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞില്ല. അവരെല്ലാം നിശബ്ദരായപ്പോൾ ഗുരു അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്നുമില്ല. അടുത്തിരിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ വ്യക്തിയെ എല്ലാം മറന്ന് സഹോദര സഹോദരി എന്ന് വിളിക്കാൻ കാലമാകുമ്പോൾ വെളിച്ചമുണ്ടായി, പ്രഭാതമായി. ഇതാ പ്രകാശം. ഇതിന്റെ പേരാണ് ഉൾവെളിച്ചം. ഈ വെളിച്ചമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഒരുപാട് അരക്ഷിതാവസ്ഥകള്, വർഗീയത, വിഭാഗീയത, ഭീകരവാദങ്ങൾ, ഇതൊക്കെ വർത്തമാനമാകുന്ന സമകാലിക കേരള ഭാരത ലോക പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കരുത്. ഈ കാലഘട്ടത്തില് വെളിച്ചമുള്ള മനുഷ്യരായിട്ട് അവരനെ സഹോദരനായി സഹോദരിയായി എല്ലാം മറന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു വെളിച്ചം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് കഴിയണം. അവരനെ സ്വന്തം സഹോദരനായി ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി കാണാൻ കഴിയുന്ന ഒരു ഉൾവെളിച്ചം അത് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടി എന്ന് പറയാൻ പറ്റുക, യഥാർത്ഥ പക്വതയുള്ള വ്യക്തിത്വം ആർജിച്ചു എന്ന് പറയാൻ പറ്റുക. അങ്ങനെയുള്ള മക്കളായിട്ട് സെയിന്റ് ആന്റണീസിന്റെ പടി കടന്ന് നിങ്ങൾ പുറത്തു പോകണം കരുത്തോടുകൂടി എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി അന്റോണിയൻസ് എക്സലൻസിയ 2024 ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളു. അന്റോണിയൻസ് എക്സലൻഷ്യ 2K24 തീയതി വെച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്.